എൻ്റെ പേര് സാബി തെക്കേപ്പുറം. ഞാൻ കുറ്റിച്ചിറ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാനൊരു എഴുത്തുകാരിയാണ്. ചരിത്രം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ എഴുത്തുകളിലൊക്കെ ഞാൻ ചരിത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മിഷ്കാൽ പള്ളിയിൽ ചരിത്രാന്വേഷികൾക്കായിട്ട് മിഷ്കാൽ പള്ളിയിൽ ചരിത്രാന്വേഷികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ആ നാട്ടുകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഇവിടെ തുറന്നു പറയുകയാണ്. എനിക്ക് മിഷ്കാൽ പള്ളിയുടെ അകത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് കടന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് ചെറുപ്പകാലം മുതൽക്കേ ഉള്ള ആഗ്രഹമാണ്, ഇപ്പോൾ ഉള്ളതല്ല. കാരണം പല വിദേശികളടക്കം ഒരുപാട് ആളുകൾ ഇവിടെ ചരിത്രം അന്വേഷിച്ചു കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ധാരാളം സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ധാരാളം സ്ത്രീകളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന, വലിയൊരു കുതിച്ചുചാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്രം അന്വേഷിച്ചും ഗവേഷണ വിദ്യാർത്ഥിനികളും ഒക്കെ ധാരാളം വരുന്നൊരു പ്രദേശമാണ്. ആ അവസരത്തിൽ അവർക്കിത് കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും ഇത് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കണം എന്നല്ല. കാരണം ഏതൊരു ആരാധനാലയത്തിനും അതിൻ്റേതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും ആ കമ്മിറ്റിക്ക്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഇടിച്ചു കയറിയിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക്, ഇതിലോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനൊപ്പം എനിക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞാനൊരു നോവലിസ്റ്റാണ്. എൻ്റെ ആദ്യത്തെ നോവലിൽ തന്നെ മിഷ്കാൽ പള്ളിയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലുണ്ട്, പുതിയ നോവലിലും ഈ കുറ്റിച്ചിറയും അതിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളുമാണ് അതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രധാന വിഷയമായിട്ട് മിഷ്കാൽ പള്ളി, അതുപോലെ തന്നെ അവിടെ അടുത്തുള്ള മറ്റ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, അല്ലെങ്കിൽ 1000-ലധികം വർഷം പഴക്കമുള്ള മുച്ചുന്തിപ്പള്ളി, അതുപോലെ ജുമാത്ത് പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചരിത്രം ഈ വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഒരുക്കിയാൽ നന്നായിരിക്കും. അതിനുവേണ്ടി ഒരു അരമണിക്കൂർ നീളമുള്ള ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ട് അതിൻ്റെ ചരിത്ര പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ഇത് ഇവിടെ ഉണ്ടായത്, ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ധാരാളം ആളുകൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ച്, ഒരു അരമണിക്കൂർ നീളുന്ന ഡോക്യുമെൻ്ററി നിർമ്മിച്ച് അത് പ്രദർശിപ്പിക്കാനുള്ളൊരു സൗകര്യം കൂടെ അവിടെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സമയത്തും ഇപ്പോൾ പ്രാർത്ഥന സമയങ്ങളിൽ ബുദ്ധിമുട്ടാവും, സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞ്, ധാരാളം ആളുകൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ പ്രാർത്ഥന സമയമല്ലാത്ത ഒരു സമയം, ഇപ്പോൾ രാവിലെ ഒരു 9 മണി മുതൽ ഒരു 12 മണി വരെയുള്ളൊരു സമയം, ഈ വരുന്ന ആളുകൾക്ക് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്താൽ വളരെ നന്നാവും എന്നുള്ളൊരു അഭിപ്രായമാണ്. അതിനെ മറികടന്നുകൊണ്ട്, അതായത് ഈ കമ്മിറ്റി, പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു കൾച്ചറുണ്ടല്ലോ, അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടിച്ചു കയറി ചെയ്യണമെന്നൊന്നുമല്ല കേട്ടോ. എൻ്റെ മനസ്സിലൊരാഗ്രഹം, എനിക്കും അത് കാണണമെന്ന് ഉണ്ട്. ഒരു എഴുത്തുകാരി എന്ന നിലയിലും ഒരു ചരിത്ര അന്വേഷി എന്ന നിലയിലും ഞാനത് താല്പര്യപ്പെടുന്നു. അതാണ് എൻ്റെ അഭിപ്രായം.